ഹായ്, എല്ലാവർക്കും സൗമ്യ സുനിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീനെ കൊണ്ടൊരു കട്ട്ലറ്റ് ആണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഇത് സോയാബീൻ ആണ്. സോയാബീൻ ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. നല്ലോണം തിളച്ച വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് സോയാബീൻ അതിനകത്തിട്ട് ഒരു അരമണിക്കൂർ അടച്ചു വെച്ച് കുതിർത്തെടുത്തതാണ്. അപ്പൊ ഏകദേശം 1 കപ്പ് സോയാബീൻ ഉണ്ട്. അതുകൂടാതെ ഇത് ഉരുളക്കിഴങ്ങ് 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് വേവിച്ച് ഉടച്ചു വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ഉള്ളി ഇതുപോലെ ചെറുതായി മുറിക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടക്കകത്ത് കുറച്ച് ഉപ്പും കുരുമുളകും കൂട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ വേണ്ടുന്നത് ബ്രെഡ് ക്രംസ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സോയാബീൻ ഇത് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മിക്സിക്കകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരക്കോവറിനെ നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ആവണം. നല്ലതുപോലെ ഒന്ന് മിക്സിക്കകത്ത് എടുത്തിട്ട് അരച്ചെടുക്കാം. ഞാനിത് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഓൾറെഡി ഇട്ടിനി, അപ്പോൾ എരിവുണ്ടാവും. അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അതുകൂടാതെ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല. ഏകദേശം ഒരു ചെറിയ സ്പൂൺ, 1 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒന്നല്ല 2 സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതും അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് മസാലയിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ പിടിക്കട്ടെ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 1/2 കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ എടുത്ത് നോക്കുക. കുറച്ച് ശരിക്കും ഇതായി ഷേപ്പായി വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പാകമാകത്ത എത്ര മതി. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം കടലപ്പൊടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ടുന്ന ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ കുറച്ച് ചെറിയതായിട്ട് ആക്കുന്നത് ഉണ്ടയാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ അത് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ചൂടായി. അപ്പോൾ നമുക്കിത് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിലെല്ലാം മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒരു കട്ട്ലറ്റ് എടുത്തിട്ട് ഇതുപോലെ മുട്ടക്കകത്ത് മുക്കിയെടുക്കാം.
അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം ഇത് 3-4 ഒന്നിച്ചാവും. നമുക്കെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്യാനിടാം. നമ്മൾ സോയാബീൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനകത്ത് കറിവേപ്പില മിക്സ് ചെയ്യാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്